കേരള രാഷ്ട്രീയത്തിലെ പ്രബലമായ രണ്ട് സാമുദായിക ശക്തികൾ NSSും SNDPയും 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കൈകോർക്കുന്നു എന്ന വാർത്ത സൃഷ്ടിച്ച അലയൊളികൾ അടങ്ങും മുൻപേ ആ ഐക്യം തകർന്നടിഞ്ഞിരിക്കുകയാണ്. കേവലം 9 ദിവസത്തെ ആയുസ് മാത്രമാണ് ഈ ഹിന്ദു ഐക്യം ആഹ്വാനത്തിനുണ്ടായിരുന്നത്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായക സ്വാധീനമുള്ള രണ്ട് സമുദായ സംഘടനകൾ ഒന്നിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും കരുതിയിരുന്നു. ജനുവരി 18-ന് വലിയ കൊട്ടി ആഘോഷങ്ങളോടെ തുടങ്ങിയ ഐക്യനീക്കം ജനുവരി 26-ഓടെ അവസാനിക്കുമ്പോൾ അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെയും സമുദായ സമവാക്യങ്ങളെയും വീണ്ടും സങ്കീർണമാക്കിയിരിക്കുകയാണ്. ഐക്യനീക്കത്തിൽ നിന്നും NSS പിന്മാറിയ വാർത്ത വെള്ളാപ്പള്ളി നടേശനെയും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചർച്ചകൾക്കായി തുഷാറിനെ പെരുന്നയിലേക്ക് അയക്കാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് സുകുമാരൻ നായർ നിലപാട് മാറ്റിയത്. വാർത്ത പുറത്തു വന്നപ്പോൾ പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെ മൗനം പാലിച്ച വെള്ളാപ്പള്ളിയുടെ നിലപാട് SNDP ഇതിൽ എത്രത്തോളം പ്രതീക്ഷ വെച്ചിരുന്നു എന്നതിന്റെ തെളിവാണ്. തുഷാർ എത്തിയ ശേഷം ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് മാത്രമേ ഇനി മറുപടി നൽകൂ എന്നാണ് വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത്. ഐക്യനീക്കം പാളാൻ പ്രധാന കാരണം വെള്ളാപ്പള്ളി തിരഞ്ഞെടുത്ത ദൂതൻ തന്നെയാണ്. തുഷാർ വെള്ളാപ്പള്ളിയെ ഐക്യദൂതനായി അയക്കാനുള്ള നീക്കത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ തിരിച്ചറിഞ്ഞു. തുഷാർ വെറും ഒരു സമുദായ നേതാവല്ല, മറിച്ച് NDAയുടെ കേരളത്തിലെ കൺവീനറും BDJS അധ്യക്ഷനുമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഒരു മുന്നണി നേതാവിനെ ഔദ്യോഗിക ചർച്ചകൾക്കായി സ്വീകരിക്കുന്നത് NSSനെ BJP പാളയത്തിൽ എത്തിച്ചതായി വ്യാഖ്യാനിക്കപ്പെടും. NSSന്റെ ഏറ്റവും വലിയ കരുത്തായ സമദൂര സിദ്ധാന്തം ഇതോടെ ചോദ്യം ചെയ്യപ്പെടും. ഇതിനാലാണ് തുഷാറിനെ ആദ്യം മകനെ പോലെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ സുകുമാരൻ നായർ നേരിട്ട് ഐക്യവിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചത്. ഐക്യനീക്കം പെട്ടെന്ന് തകർക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇടപെടലും കാരണമായതായി റിപ്പോർട്ടുകളുണ്ട്. NSSും SNDPയും ഒന്നിക്കുന്നത് UDFന് വലിയ ഭീഷണിയാകുമെന്ന് കോൺഗ്രസ് ഭയപ്പെട്ടു. പ്രത്യേകിച്ച് VD സതീഷിനെതിരെ ഇരു സംഘടനകളും ഒരേ സ്വരത്തിൽ രംഗത്ത് വന്നത് ഹൈക്കമാൻഡിനെ പോലും ആശങ്കയിലാക്കി. NSS ഡയറക്ടർ ബോർഡിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് കോൺഗ്രസുമായി അടുത്ത ബന്ധമാണുള്ളത്. ഈ നേതാക്കളുമായി കോൺഗ്രസിലെ ഉന്നതർ നടത്തിയ ചർച്ചകൾ സുകുമാരൻ നായർക്ക് മേൽ സമ്മർദ്ദമുണ്ടാക്കി. ഐക്യം BJPക്ക് ഗുണം ചെയ്യൂ എന്ന വാദം ബോധ്യപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് വിജയിച്ചു. 2008-ലെ വെള്ളാപ്പള്ളി കൂട്ടുകെട്ടിന് ശേഷം 16 വർഷങ്ങൾ കഴിഞ്ഞാണ് ഇരുവരും വീണ്ടും കൈകോർത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരായ കടുത്ത വിമർശനങ്ങളാണ് ഈ ഐക്യത്തിന് വഴിമരുന്നിട്ടത്. എന്നാൽ സമുദായ താൽപര്യത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയം ഇതിൽ കലർന്നതോടെ NSS സുരക്ഷിതമായി പിന്മാറ്റം നടത്തുകയായിരുന്നു. ഐക്യനീക്കം തകർന്നതോടെ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ സമുദായങ്ങളുടെ സ്വാധീനം വീണ്ടും ചർച്ചയാവുകയാണ്. ഐക്യം പൊളിഞ്ഞത് UDFന് വലിയ ആശ്വാസമാണ്. നായർ ഈഴവ വോട്ടുകൾ ഒന്നിച്ച് വിരുദ്ധ ചേരിയിലേക്ക് പോകാത്തത് കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സാധ്യതകൾ വർദ്ധിപ്പിക്കും. സമുദായ സംഘടനകൾ സർക്കാരിനോട് മൃദു സമീപനം സ്വീകരിക്കുന്നത് CPMന് ഗുണകരമാണെങ്കിലും അവരുടെ ഐക്യം ചിലപ്പോൾ അമിതമായ വിലപേശലുകൾക്ക് വഴിവെക്കുമെന്ന് CPM ഭയപ്പെട്ടിരുന്നു. ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം വഴി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്ന് മോഹിച്ച BJPക്ക് ഈ തകർച്ച വലിയ തിരിച്ചടിയാണ്. തുഷാർ വഴി നടത്തിയ നീക്കം പാളിയത് NDAയുടെ തന്ത്രങ്ങളെയും ബാധിക്കും. കേരളത്തിലെ രണ്ട് പ്രബല സമുദായങ്ങൾക്കിടയിലുള്ള ഐക്യം എന്നത് വെറും ഒരു വൈകാരിക മുദ്രാവാക്യമല്ല, മറിച്ച് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുള്ള ഒന്നാണ്. വ്യക്തിപരമായ പകയും രാഷ്ട്രീയ ലാഭവും മുൻനിർത്തി രൂപീകരിക്കുന്ന ഐക്യങ്ങൾ അധികകാലം നിലനിൽക്കില്ലെന്ന് ഈ 9 ദിവസത്തെ ചരിത്രം തെളിയിക്കുന്നു. സമദൂരത്തിന്റെ കാവൽക്കാരനായി സ്വയം പ്രഖ്യാപിച്ച സുകുമാരൻ നായർ സംഘടനയെ ഒരു രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമാക്കാൻ അനുവദിക്കില്ലെന്ന് ഉറച്ച നിലപാടെടുത്തതോടെയാണ് ഈ അധ്യായത്തിന് തിരശ്ശീല വീണത്. NSSും SNDPയും തമ്മിലുള്ള പെട്ടെന്നുള്ള ഐക്യനീക്കവും അതിന്റെ തകർച്ചയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ വോട്ട് ബാങ്ക് സമവാക്യങ്ങളെ സങ്കീർണമാക്കും. ഈ സാമുദായിക ഭിന്നത പ്രധാനമായും 3 മുന്നണികളെയും വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്. നായർ ഈഴവ വോട്ടുകളുടെ ഒരു ഏകീകൃത ധ്രുവീകരണം നടന്നിരുന്നുവെങ്കിൽ അത് UDFന് വലിയ വെല്ലുവിളിയാകുമായിരുന്നു. എന്നാൽ ഐക്യം തകർന്നതോടെ കോൺഗ്രസിന് തങ്ങളുടെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴാതെ നോക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് VD സതീഷിനെതിരെയുള്ള സംയുക്ത നീക്കം പാളിയത് കോൺഗ്രസ് നേതൃത്വത്തിന് ആശ്വാസകരമാണ്. മറുവശത്ത് BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഭിന്നത വലിയ തിരിച്ചടിയാണ്. തുഷാർ വെള്ളാപ്പള്ളി വഴി ഹിന്ദു വോട്ടുകളെ NDA പാളയത്തിൽ ഏകീകരിക്കാമെന്ന അവരുടെ തന്ത്രമാണ് ഇവിടെ പരാജയപ്പെട്ടത്. സമുദായങ്ങൾക്കിടയിലെ ഈ അകൽച്ച ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കാനും അത് ഇടതു വലത് മുന്നണികൾക്ക് ഗുണകരമാകാനും വഴിവെക്കും. ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനകൾ തമ്മിലുള്ള തർക്കം അവർക്ക് ഒരേ സമയം ഗുണവും ദോഷവുമാണ്. സംഘടനകൾ അകന്നു നിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഒരുമിച്ച് പ്രതിഫലിക്കുന്നത് തടയാൻ സഹായിക്കും. ചുരുക്കത്തിൽ സാമുദായിക ധ്രുവീകരണം നടക്കാത്തത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDFനും LDFനും രാഷ്ട്രീയമായി ബ്രീത്തിംഗ് സ്പേസ് നൽകുന്നുണ്ട്.